ഡെലിഗേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ടറാണ് ഒരു സിസ്റ്റം സെറ്റ് ചെയ്യുമ്പോൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. പല കമ്പനികളും പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഡെലിഗേഷൻ ഇവർ മറ്റുള്ള ആളുകൾക്ക് വർക്ക് എന്ത് ചെയ്യും, അസൈൻ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. എന്ത് സംഭവിക്കില്ല, ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഈ ഡെലിഗേഷൻ ചെയ്യുമ്പം എന്താണെന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കില്ല. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാത്ത സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് പറയുന്നത്, ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കൊരു വർക്ക് അസൈൻ ചെയ്യുന്നതല്ല. ഡെലിഗേഷൻ ആക്ച്വലി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മുടെ താഴെയുള്ള ടീം മെമ്പേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഡെലിഗേഷൻ ആക്ച്വലി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മുടെ താഴെയുള്ള മെമ്പേഴ്സിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് ആക്ച്വലി ഡെലിഗേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ സാധാരണ ഞാൻ പറയാറുണ്ട്, ഈ ഒരു ഡെലിഗേഷൻ ചെയ്യുമ്പം ടീം ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ചെയ്യുള്ളൂ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഒന്ന് ഇവർക്ക് മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാലോ എന്നുള്ള ഫിയർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കാര്യം ഡെലിഗേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് സംസാരിക്കാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം സ്റ്റാർട്ട് വിത്ത് ദ റൈറ്റ് ഫൗണ്ടേഷൻ എന്നുള്ള. ഇത് സ്റ്റാർട്ട് വിത്ത് ദ റൈറ്റ് ഫൗണ്ടേഷൻ എന്ന് മാച്ച് ടാസ്ക് ടു പേഴ്സൺസ്. തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറയാറില്ലേ, അത് ചെയ്യരുത്. ഒരു ഡെലിഗേഷന് മുമ്പ് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം എന്നാണ്, ഹൂ വിൽ ഗ്രോ മോസ്റ്റ് ഫ്രം ദീസ് അസൈൻമെൻറ്റ്. ഈ ഒരു അസൈൻമെൻറ്റ് ഞാൻ അയാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആരാണ് എൻ്റെ കൂട്ടത്തിൽ ഇത് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാനും ഡെവലപ്പ് ചെയ്യാനും കപ്പാസിറ്റി ഉള്ള ആളെന്നാണ്. അതാണ് ഒരു മാച്ച് ടാസ്ക് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഡെലിഗേഷൻ എന്ന് പറഞ്ഞ ഡെവലപ്മെൻറ്റ് ടൂളാണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് എന്തല്ല ടാസ്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം, ട്രാൻസ്ഫർ അതോറിറ്റി നോട്ട് ജസ്റ്റ് റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി മാത്രം കൊടുക്കാതെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലേക്ക് ചെയ്യാം. എനിക്ക് വേണ്ട ഔട്ട്കം ഇതാണെന്ന് പറഞ്ഞിട്ട് ഫുൾ ഫ്രീഡം എന്ത് ചെയ്യുക അവർക്ക് കൊടുക്കുക. എന്നാൽ ആ ഫ്രീഡം കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ പല സമയത്തും എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസും മറ്റുള്ള കമ്പനികളുടെ എക്സ്പീരിയൻസും ഇതവർക്ക് കൊടുത്തങ്ങ് മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ആ ഫുൾ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല അതോറിറ്റി കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ട രീതി ചെയ്തു, എനിക്ക് ഇന്ന റിസൾട്ടാണ് കിട്ടേണ്ടത്. പക്ഷേ ആ റിസൾട്ട് കിട്ടുമോ ഇല്ല എന്നുള്ള റിവ്യൂ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം. സെക്കൻഡ് ഒരു പോയിൻറ്റ്, ഫോക്കസ് ഓൺ ദ റിസൾട്ട് നോട്ട് ദ മെത്തേഡ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ദ ഔട്ട്കംസ് നോട്ട് ദ പ്രോസസ്സ്. നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഔട്ട്കംസ് എന്താണെന്ന് പറയാം. എക്സ്പ്ലെയിൻ ദ വൈ ബിഹൈൻഡ് ദ ടാസ്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ഏൽപ്പിക്കുന്ന സമയത്ത് അവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അപാകതകൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് കെയർഫുൾ ആയിരിക്കണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക അവരോട് പറയുകയും ചെയ്യാം. അതേ സമയത്ത് നമുക്ക് ഔട്ട്കം വേണ്ടത് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അവർക്ക് എന്ത് ചെയ്യുക പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അടുത്തൊരു കാര്യം, എസ്റ്റാബ്ലിഷ് ക്ലിയർ പാരാമീറ്റേഴ്സ് എന്നുള്ളതാണ്. എന്ന് പറയുമ്പം സെറ്റ് ക്ലിയർ ബൗണ്ടറീസ്. ഒരു എക്സാമ്പിളിൽ നിങ്ങൾക്ക് എത്രയാണ് അതിൻ്റെ ടൈം ഡ്യൂറേഷൻസ്, എത്ര ബജറ്റാണ് നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ക്രിയേറ്റീവിനോട് പറയാം, നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഞാനൊരു 50,000 ബജറ്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഈ 50,000-നുള്ളിൽ ആയിരിക്കണം ഈ കാര്യങ്ങളൊക്കെ നടക്കേണ്ടതെന്നുള്ളതാണ്. അതിൽ തന്നെ മറ്റൊരു കാര്യമാണ് ബിൽഡ് എ ഡെലിഗേഷൻ ലാഡർ എന്ന് പറയുന്നത്. അത് ഇതിനെങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് ചെറുതാക്കി കൊടുക്കുക. ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് കൊടുക്കുക, ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് അവർ ഇത് ചെയ്യുമ്പോൾ ഗെയിം കളിക്കുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക്, പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക്. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇവരെങ്ങനെ പഠിപ്പിച്ച് മുകളിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇവരുടെ കോൺഫിഡൻസ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. ഇതിൽ മെയിനായിട്ട് വരേണ്ട കാര്യം ബജറ്റ്, ടൈം ലൈൻ, ക്വാളിറ്റി ഒക്കെ ഇതിൽ വരുന്നതാണ്. ഇത്രയാണ് പൈസ എങ്കിൽ ചെയ്യാം, അത് ഇത്രയൊക്കെ ടൈം ലൈൻ തന്നിരിക്കുന്നത്, അതിൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ടീം മെമ്പേഴ്സിനോട് പറയാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയാണ് ക്രിയേറ്റ് സ്പേസ് ഫോർ ഗ്രോത്ത്. അതായത് ആക്സെപ്റ്റ് ഇംപെർഫെക്റ്റ് എക്സിക്യൂഷൻസ്. ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻസ് ഉണ്ടാകും. അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായിരിക്കണമെന്നില്ല. നമ്മൾ ചെയ്യുന്നത് മാത്രമാണ് ശരിയായ വേ എന്നുള്ളത് തെറ്റിദ്ധരിക്കാതിരിക്കുക, അവർക്ക് എന്ത് ചെയ്യുക അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. മറ്റൊന്നാണ് ക്രിയേറ്റ് ചെക്ക് പോയിൻറ്റ് നോട്ട് ചെക്കപ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഇന്നൊരു ഏരിയ സക്സസ് ആയി അല്ലെങ്കിൽ ഇന്നൊരു ഏരിയ സക്സസ് ആയില്ല എന്നുള്ള ഡെഫിനിഷൻ നേരത്തെ കൊടുക്കുക. ഇന്നൊരു ഏരിയയിൽ നിങ്ങൾ ഇന്നൊരു ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ. അങ്ങനെ ഓട്ടോമാറ്റിക് ചെക്ക് പോയിന്റുകൾ എന്ത് ചെയ്യുക സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊക്കെ ഒരു കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന സമയത്ത് അവരുടെ ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതിന് പകരം നമ്മളെ കസ്റ്റമർ ഹാപ്പി ആണെന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മളെ കസ്റ്റമർ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന സർവീസ് എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് ഹാപ്പി ആയിരിക്കും. അങ്ങനത്തെ രീതിയിലുള്ള ഒരു ചെക്ക് പോയിന്റുകൾ എന്ത് ചെയ്യുക സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ 4 പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം, ഡെലിഗേഷൻ ഈസ് ലീഡർഷിപ്പ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാം. നിങ്ങളെ കമ്പനിയിൽ നല്ല ലീഡേഴ്സിനെ ഉണ്ടാക്കണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെലിഗേറ്റ് ചെയ്യാൻ തയ്യാറാവണം. നല്ല രീതിയിൽ ഡെലിഗേറ്റ് ചെയ്യാൻ തയ്യാറാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ക്യാപ്പബിലിറ്റി ഇമ്പ്രൂവ് ആകുകയും അതിനെ സക്സസ്ഫുൾ രീതിയിലേക്ക് കൊണ്ടുവരാനൊക്കെ സാധിക്കും. താങ്ക് യു.